ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെ 5 മണിക്ക് ഭക്ഷണ വിതരണം തുടങ്ങും. അതിനായി തലേന്ന് രാത്രി 11 മണി മുതൽ പാവപ്പെട്ട ഫലസ്തീനികൾ അവിടെ തടിച്ചുകൂടും. ഇസ്രായേലിന്റെ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് UN നേതൃത്വത്തിൽ ഒരുപാട് ഭക്ഷണ വിതരണ കേന്ദ്രം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ച് മുതൽ അതിന്റെ എണ്ണം വളരെ ഗണ്യമായി കുറഞ്ഞു. കിലോമീറ്റർ അകലെ നിന്ന് സൈക്കിളിലും ഓടിയും ഫലസ്തീനികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇസ്രായേൽ പട്ടാളത്തിന്റെ നരനായാട്ട്. ഒരു പ്രകോപനവുമില്ലാതെ പട്ടാളം പാവപ്പെട്ട ഫലസ്തീനികൾക്ക് മേൽ നിറയൊഴിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഈ ഒരു ഭക്ഷണ കേന്ദ്രങ്ങളിലേക്ക് വളരെ കുറച്ച് പെട്ടികൾ മാത്രമേ കാണുകയുള്ളൂ, ഇല്ലെങ്കിൽ എത്തുകയുള്ളൂ. അത് തന്നെ തിക്കിത്തിരക്കി മേടിച്ചില്ലെങ്കിൽ കിട്ടുകയുമില്ല. ആ ഒരു പെട്ടിയിൽ 5 പേർക്ക് 3 ദിവസം കഷ്ടിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മാത്രമേ കാണത്തുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ ആ ആഴ്ച പട്ടിണിയായിരിക്കും. നമ്മളൊക്കെ ഭക്ഷണം വലിച്ചെറിയുമ്പോൾ ഇങ്ങനെയും കുറെ പേരുണ്ടെന്ന് ഓർക്കുന്നു എന്നായിരിക്കും. ഞാൻ മുകളിൽ പറഞ്ഞ ഈ ഒരു കാര്യം ഇപ്പോൾ ഗസയിലും ഫലസ്തീനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരലനക്കുന്ന ഏത് ശക്തിയാണെങ്കിലും അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് സ്വാഭാവികമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ എത്ര കൊച്ചു മക്കളെയാണ് ഓരോ ദിവസവും ഇസ്രായേൽ കൊന്നു തള്ളിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇറാനിൽ ചൈന ഇസ്രായേലിലെ റഡാറിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആയുധം ഇറക്കി എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന ചില കമന്റ്സുകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത്. ഒരു മുസ്ലിം നാമധാരിയായി കഴിഞ്ഞാൽ ഉടനെ അവന് മദ്രസ പൊട്ടൻ, ഇല്ലെങ്കിൽ മുഹമ്മദിന്റെ പെണ്ണുപിടിയൻ അനുയായി, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞാണ് അധിക്ഷേപിക്കുന്നത്. അതെല്ലാവരുമല്ല, അണ്ടിമുക്കി ശാഖയിൽ നിന്ന് കിട്ടുന്ന ക്ലാസും ഇവരുടെ തന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിർമ്മിക്കുന്ന വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന കുറച്ച് ആളുകൾ. ഇതിന്റെ മറുവശവും നമ്മൾ നോക്കിക്കേ. ഒരു ഹിന്ദു നാമധാരി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ഹിന്ദു മതത്തിന്റെ തലയിലിടുമോ? അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. തെറ്റ് ചെയ്ത ആരാണോ അവരെയാണ് നമ്മൾ എതിർക്കേണ്ടത്, അല്ലാതെ മതങ്ങളെയല്ല. പണ്ടൊക്കെ ഇത്തരത്തിലുള്ള രീതികളൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയ സംഭവം പറയാം. ഇന്ത്യയിലെ പ്രമുഖ പുസ്തക വിപണിയിലെ പേരുകേട്ട രൂപ പബ്ലിക്കേഷന്റെ ചരിത്രം പറയുന്ന ഒരു ബുക്കുണ്ട്, നെവർ ഔട്ട് ഓഫ് ദ പ്രിന്റ്, രൂപ സ്റ്റോറി. അതിലൊരു സംഭവം കൃത്യമായി വിവരിക്കുന്നുണ്ട്. പലചരക്ക് വ്യവസായത്തിൽ മുൻപന്തിയിലുള്ള മെഹ്റ കുടുംബം അവരൊരു പുസ്തക വ്യവസായത്തിലോട്ട് കടക്കുകയാണ്. അവർക്ക് മുൻപരിചയമില്ലാത്ത ഒരു മേഖലയാണ്. എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ആർക്കാണ് ആദ്യം വിൽക്കേണ്ടത് എന്ന ചിന്ത വന്നപ്പോൾ മെഹ്റ കുടുംബത്തിലെ തന്റെ അമ്മയോട് അഭിപ്രായം ചോദിക്കാൻ പോയി. അപ്പോൾ അമ്മ പറയുന്നൊരു ചരിത്രമുണ്ട്. ഒരു മുസ്ലിമായ ഒരാൾ ഈ ഒരു പുസ്തകം ആദ്യമായി മേടിക്കുകയാണെങ്കിൽ ആ പുസ്തക വിപണി വിജയിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യമായി പുസ്തക വിപണി തുടങ്ങാൻ പോയ തന്റെ മകനോട് അമ്മയുടെ ഉപദേശമാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിലെ പ്രധാനിയായ പ്രൊഫസർ ഹുമയൂൺ കബീർ ആദ്യമായി ആ ഒരു രൂപ പബ്ലിക്കേഷന്റെ പുസ്തകം വാങ്ങിയത്. ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന പുസ്തക വിപണിയിൽ മുൻപന്തിയിലാണ് രൂപ പബ്ലിക്കേഷൻസ്. ഇങ്ങനത്തെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് പല പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ രാവിലത്തെ പ്രഭാത നമസ്കാരമായ സുബഹി കഴിഞ്ഞാൽ ഉടനെ കട തുറക്കുന്ന ഒരുപാട് ചായക്കടകളുണ്ട്. അതൊക്കെ ഹിന്ദുമത വിശ്വാസികളുടേതാണ്. അവരുടെയൊക്കെ ആഗ്രഹം ആ നിസ്കാരം കഴിഞ്ഞ് വരുന്ന ആളുകൾ തന്റെ കടയിൽ കയറി ആദ്യമായി ചായ കുടിക്കണമെന്നായിരിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ കേരളം. ഇന്ന് പക്ഷേ ടീച്ചർ എന്നറിയപ്പെടുന്ന ശശികലമാരും പല സംഘീയ നേതാക്കളും വർഗീയ വിഷം തുപ്പുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ച വാർത്തയാണ്. ഭോപ്പാലിൽ മുസ്ലിങ്ങളെ ജിമ്മിൽ പ്രവേശിപ്പിക്കരുതെന്ന് അവിടെയുള്ള ഒരു ലോക്കൽ സബ് ഇൻസ്പെക്ടർ പറയുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. മുസ്ലിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്ന ചില ആളുകളുണ്ട്. മുസ്ലിം പരിശീലകനായാലും മുസ്ലിം കസ്റ്റമേഴ്സ് ആയാലും ഇവിടെ പ്രവേശിപ്പിക്കരുതെന്ന് സബ് ഇൻസ്പെക്ടർ ജിം ഉടമയോട് പറയുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ എത്രയെത്ര കേസുകളാണ് നമ്മൾ ദിനംപ്രതി കാണുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ BJP നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശശി തരൂർ ഒരു വിദ്വേഷ പരാമർശം നടത്തിയിരുന്നു. മുസ്ലിങ്ങളുടെ പേര് ഉച്ചരിച്ചാണ് പെഹൽഗാമിൽ തീവ്രവാദികൾ ആക്രമണം നടത്തിയത്, മുസ്ലിം മതത്തിന്റെ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്ത് വന്നിരുന്നു. ടീച്ചർ എന്ന് വിളിക്കുന്ന ശശികല ആയിക്കോട്ടെ, വിഷം തുപ്പുന്ന PC ജോർജ്, BJPയുടെ പല മുതിർന്ന നേതാക്കൾ, ഇങ്ങനെ പലരും മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ ദിനംപ്രതി നടത്താറുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് ഫേമസ് ആകാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതൃസ്ഥാനത്ത് എത്താൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ കുറഞ്ഞു വരികയാണ്. പരസ്പരമുള്ള ബഹുമാനം, ഇതൊക്കെ മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രമല്ല കിട്ടുന്നത്. അവർ ജീവിതത്തിൽ കാണിക്കുന്ന വിശുദ്ധി, കച്ചവടത്തിലാണെങ്കിലും ശരി, ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ മുൻഗാമികൾ കാണിച്ചിരുന്ന സത്യസന്ധത, ഇതൊക്കെയാണ് പണ്ടുള്ള കാലങ്ങളിൽ ഇത്രയും ബഹുമാനം നമുക്ക് നേടിത്തന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് സ്വന്തം അച്ഛനമ്മമാരെ കൊല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധം നമ്മൾ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ ആണവായുധം ഉപയോഗിക്കുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട്. അതിനെ തടയിടാനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതാണ് ഇസ്രായേൽ പറയുന്നത്. അതിന് അമേരിക്കയുടെ കൂട്ടും.
നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നന്മ ഒറ്റാത്ത കുറെ ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫലസ്തീനിലും ഗസയിലും നടക്കുന്ന കൊടും ക്രൂരത. ഫലസ്തീനുകൾക്ക് ഇറാന്റെ സഹായം കിട്ടുകയും ചെയ്തു. ഇതെല്ലാം ഇസ്രായേലിനെ നന്നായിട്ട് ചൊടിപ്പിച്ചു. അതാണ് ഒരു വെള്ളിയാഴ്ച ദിവസം ഇറാനിലോട്ട് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇറാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇറാൻ തിരിച്ചാക്രമിച്ചു. അപ്പോൾ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഈച്ച പോലും കടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അയൺ ഡാം, അതിനെ മറികടന്ന് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ വന്ന് പതിക്കുന്നു. ഇപ്പോൾ അമേരിക്കയും ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ചിലപ്പോൾ ഞാൻ നാളെ കൊല്ലപ്പെട്ടേക്കാം, എന്നാൽ ഞാൻ മരിക്കുന്നതുവരെ ഈ കലാപകാരികളെ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ എല്ലാമായ ആയത്തുള്ള ഖുമൈനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യുദ്ധം പാവപ്പെട്ട കുറെ ജനങ്ങളെ കൊലക്കി കൊടുക്കും എന്നത് ഉറപ്പാണ്. അത് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകും. എന്തായാലും യുദ്ധം മാറി സമാധാന അന്തരീക്ഷം നിലവിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.